ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം. അവൻ ഉറങ്ങുകയായിരുന്നു. എവിടെ ഉറങ്ങുകയായിരുന്നു? പടകിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. പടകോ കാറ്റിൽ തിരമാലയിൽ ആടി ഉലഞ്ഞ് പടകിൽ വെള്ളം കയറി മുങ്ങാറായി. എന്നാൽ കാറ്റും കോളും തിരമാലയും ആ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും യേശു അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവ് ഉറങ്ങുന്നതിന് കാരണം വചനം വ്യക്തമായി പറഞ്ഞ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എന്തുകൊണ്ടാണ്? പിന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം 24 മുതൽ വായിക്കുമ്പോൾ കാണാൻ എന്തുകൊണ്ടാണ് അവൻ പടകിൻ്റെ അമരത്ത് തലവച്ച് ഉറങ്ങിയത്. സ്തോത്രം. പിശാചിൻ്റെ പദ്ധതി ഏത് മേഖലയിലൂടെയും കടന്നു വരും. അത് കടലിലായാലും കരയിലായാലും ആകാശത്തിലായാലും ആഴിയുടെ അഗാധങ്ങളിലായാലും പിശാചിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് കർത്താവ് തൻ്റെ സഹോദരങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ടതിന് അവൻ ഉറങ്ങാൻ അവൻ അമരത്ത് തലവെച്ച് കിടന്നു. സ്തോത്രം. കാറ്റും കോളും തിരമാലയും സ്തോത്രം പടകിന് നേരെ ആഞ്ഞടിച്ച് തിര തള്ളിക്കയറി വെള്ളം പടകിനകത്ത് കയറുമ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞു ഒരു കാര്യമുണ്ട്: കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. അവനെ ഉണർത്തി. സ്തോത്രം. നോക്ക്, ഇവിടെ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ പടകിനകത്ത് ആരുണ്ട്? യേശുവുണ്ട്. സ്തോത്രം. യേശുവിനെ കുറിച്ചല്ല അവരുടെ ചിന്ത. സ്തോത്രം. പിന്നെയോ തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ഭാവിയെക്കുറിച്ച്, തങ്ങളുടെ നാളെയെക്കുറിച്ച് സ്തോത്രം അവർ ചിന്തിച്ചിട്ടാണ് ഭയവികുലരായി സ്തോത്രം യേശുവിനെ ഉണർത്തിയിട്ട് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലയോ? നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. എൻ്റെ കർത്താവ് ഒരിക്കലും നീ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നീ തകർന്നു വീഴുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നിൻ്റെ കുടുംബം തകർന്നു പോകുന്നത് ഇഷ്ടമുള്ള വ്യക്തിയല്ല. നിൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത് ഇഷ്ടമുള്ള വ്യക്തിയല്ല. പിന്നെ എന്തുകൊണ്ട് തകർച്ച കടന്നു വരുന്നു? വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയുകയില്ല. സ്തോത്രം. ഉറക്കം നടിക്കുന്നവരായി നാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. പലതും കണ്ടിട്ടും പലതും കേട്ടിട്ടും ജീവിതത്തിൽ പലതും അനുഭവിച്ചിട്ടും സത്യദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കാതെ, സത്യദൈവത്തിൻ്റെ വചനമൊന്ന് വായിച്ച് പഠിച്ച് ദൈവത്തോട് അപേക്ഷിക്കാതെ സ്വന്തം ബുദ്ധിയിലൂന്നി ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഓടി തളരുമ്പോഴാണ് യേശുവിൻ്റെ മുഖത്തേക്ക് പലരും നോക്കുന്നത്. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ഈ ലോക ജീവിത യാത്രയിൽ യേശുവിൻ്റെ അടുക്കൽ പറയും, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വാർത്ഥ മനോഭാവം നിൻ്റെ അകത്ത് കിടക്കുക. സ്തോത്രം. ആ സ്വാർത്ഥതയാണ് ഞങ്ങൾ എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത്, ഞാനെന്ന ചിന്ത കൊണ്ടുവരുന്നത്, എൻ്റെ എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത്. ആ സ്വാർത്ഥ
സ്വസ്ഥത വിട്ടുതിരിഞ്ഞിട്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആര് തയ്യാറാകുമോ അവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. എനിക്കറിയാം, ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞ്, എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ ജീവിതം തകർന്നടിഞ്ഞിട്ട് കാലങ്ങൾ കുറയായി. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ ഭാവിയെ ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല. സ്തോത്രം. ഇഷ്ടം പോലെ പണം എനിക്കുണ്ട്. സ്തോത്രം. എൻ്റെ മക്കൾക്ക് 2 പേർക്ക് നല്ല ജോലിയുണ്ട്. സ്തോത്രം. എനിക്കൊരു കുടുംബമുണ്ട്. പക്ഷേ സ്വസ്ഥതയില്ല. സ്തോത്രം. എന്തുകൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടെന്നറിയാമോ? ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം. നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നിന്നെ ഇന്നയോളം നടത്തിയ ആ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം പലപ്പോഴും കൊടുക്കാതെ ലോകത്തിൻ്റെ നന്മ നേടാൻ ഓടുമ്പോൾ നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നീ നിന്നതല്ല, നിന്നെ ദൈവം നിർത്തിയതാ. എന്തിനെന്നറിയാമോ? നിന്നിലൂടെ ദൈവമഹത്വം ലോകം കാണേണ്ടതിന്. പക്ഷേ പലപ്പോഴും നീ ഉറക്കം നടിക്കുകയാ. പലതും കണ്ടിട്ടും കേട്ടിട്ടും ജീവിതത്തിൽ അനുഭവിച്ചിട്ടും സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പലപ്പോഴും നീ തയ്യാറാകുന്നില്ല. ഈ വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഒരു ധനവാനെ കുറിച്ച് നാം കാണുന്നുണ്ട്. സ്തോത്രം. ആ ധനവാൻ തൻ്റെ വിളവൊക്കെയും കൂട്ടിവെക്കുവാൻ കളപ്പുര പോരാഞ്ഞിട്ട് അതിനെ ഇടിച്ച് പൊളിച്ച് പണിത് അതിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ കളപ്പുരയ്ക്കകത്ത് സകലതും കൂട്ടിവെച്ചിട്ട് സ്തോത്രം ഞാൻ ഏറിയ കാലം സുഖത്തോടെ കഴിയും. ഇതാണ് എല്ലാവരുടെയും ചിന്ത. കുറേ പണം കൂടിയാൽ എല്ലാം വരുമെന്ന്. സ്തോത്രം. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ എല്ലാം ആയെന്ന്. സ്തോത്രം. അതിനുവേണ്ടി നെട്ടോട്ടവും നെടിയോട്ടവും ഓടുക. മക്കളെ മറന്ന്, കൂട്ടാളിയെ മറന്ന്, കുടുംബം മറന്ന്, സ്തോത്രം, സമൂഹത്തെ മറന്ന് പണമുണ്ടാക്കാൻ ഓടുന്നോട്ടം. സ്തോത്രം. അതാ ഉറക്കം നടിക്കുന്ന അനുഭവം. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സ്തോത്രം. നിൻ്റെ ദ്രവ്യമിരിക്കുന്നിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ നിൻ്റെ ദ്രവ്യം നേടാനുള്ള ഓട്ടത്തിനിടയിൽ നീ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് കുഞ്ഞ്. നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, അവൻ്റെ പോക്ക്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ചിന്ത, അവനായിരിക്കുന്ന മേഖല പലപ്പോഴും നീ അത് ചിന്തിക്കാറില്ല. എന്നാൽ പറയട്ടെ, അപ്പനെ സ്നേഹിക്കുന്ന മക്കൾ, അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന മാതാവും പിതാവും ദൈവത്തിന് മഹത്വം കൊടുക്കും. അങ്ങനെ മഹത്വം കൊടുത്ത മാതാവും പിതാവും ഒരിക്കലും കരഞ്ഞ ചരിത്രമില്ല. അങ്ങനെ മാതാവും പിതാവും ദൈവത്തിന് കൊടുത്താൽ തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ ഇരുന്നിട്ടുമില്ല. നമ്മുടെ ജീവിതത്തിലെ പണമല്ല കുഞ്ഞെ നമ്മളെ ഉയർത്തുന്നത്, ദൈവ മഹത്വമാ. സ്തോത്രം. പണം എത്രയുണ്ടെങ്കിലും നിനക്ക് തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ സ്തോത്രം, നീ പണം നേടിയിട്ട് എന്ത് പ്രയോജനം? നിൻ്റെ മക്കളെ നിനക്കൊന്ന് ചേർത്ത് പിടിക്കാൻ സമയമില്ല. നിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് ഒന്ന് പാടുവാനും പ്രാർത്ഥിക്കാനും സമയമില്ല. നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒന്ന് സിറ്റിയിൽ പോയി ഒന്ന് സന്തോഷിക്കാൻ നിനക്ക് സമയം കിട്ടുന്നില്ല. ആർക്കു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന്. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ വന്നവരാരും ഒന്നും ലോകത്ത് നിന്ന് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആരൊക്കെയോ അത് പിന്നത്തേതിൽ അനുഭവിക്കും. നീയോ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, സ്തോത്രം, വിശ്രമമില്ലാതെ ഓടി ഓടി നേടിയതൊന്നും നിൻ്റെ അവസാന കാലത്ത് നിനക്ക് അനുഭവിപ്പാൻ ഭാഗ്യമില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാ. ഇവിടെ സ്വാർത്ഥരായ സ്തോത്രം ശിഷ്യന്മാർ യേശുവിനോട് പറയുക, നാഥ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എൻ്റെ യേശു കർത്താവ് സ്തോത്രം പിന്നെ എന്തിനാ ആ പടകിനകത്ത് വന്നത്? യേശുവിനറിയാം ഇവർ ആഴിയുടെ അഗാധങ്ങളിൽ താണു പോകും. അതുകൊണ്ട് താഴുന്നതിന് മുമ്പേ കരം പിടിച്ചവരെ രക്ഷിക്കണം. അങ്ങനെങ്കിൽ ഞാൻ ആ പടകിൽ പോയേ മതിയാകൂ. മാത്രമല്ല, നാളുകളായി അപ്പനും അമ്മയും സഹോദരങ്ങളും തള്ളിക്കളഞ്ഞ് കല്ലറയ്ക്കലേക്ക് ഒരു ഭൂതഗ്രസ്തൻ കിടപ്പുണ്ട്. അവനെ ആർക്കും
ആർക്കും വേണ്ട. സ്വത്രം. കാരണം ഒന്ന്, അവനിൽ ഭൂതം ബാധിച്ചു. രണ്ട്, അവൻ്റെ കരത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. ഇപ്പം അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, കൂടപ്പറപ്പുകൾക്ക് വേണ്ട. കുഞ്ഞെ പണമുള്ളപ്പോൾ നിന്നെ സ്നേഹിപ്പാൻ ഒരുപാട് പേരുണ്ടാവും. സ്തോത്രം. നിനക്ക് സമൂഹത്തിൽ ഇച്ചിരി ഉയർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കാൻ ബന്ധുക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും നാട്ടുകാരും കാണും. പക്ഷേ നിനക്കൊരു രോഗം വന്നാൽ, നീയൊന്ന് തകർന്നാൽ, നീയൊന്ന് തളർന്നാൽ നിന്നെ ആരും കയ്യേൽക്കാറുണ്ടാകത്തില്ല. എന്തിന് പറയുന്നത്? ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഒരു പരിധിക്കപ്പുറം നിന്നെ ചികിത്സിക്കുവാനും ആരും ഉണ്ടാകത്തില്ല. ലോകത്തിൽ നിന്നെ അംഗീകരിക്കുവാൻ ആരും ഉണ്ടാകത്തില്ല. കാരണം നീ ഒരു രോഗിയാ. സ്തോത്രം. നിന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനമില്ല. ഇനി നിന്നെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ സ്തോത്രം നിന്നെക്കൊണ്ടൊന്നിനും കഴിയത്തുമില്ല. സ്തോത്രം. മറ്റൊന്നുണ്ട്, മുഖം നോക്കുന്നവർ, സ്തോത്രം, കളറ് നോക്കുന്നവർ, പോക്കറ്റിൻ്റെ വലിപ്പം നോക്കുന്നവർ, സ്തോത്രം, കുടുംബ പശ്ചാത്തലം നോക്കുന്നവർ, ഒന്നിനും കൊള്ളാത്തവനായി, എല്ലാവരെല്ലാം തഴയപ്പെട്ടവനായി, ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് കല്ലറയ്ക്കൽ കടന്ന് തൻ്റെ ശരീരത്തെ കല്ലുകൊണ്ടിടിച്ച് മുറിവേൽപ്പിച്ച് സ്വയം ഒന്നും അറിയാത്ത ഒരു ഭ്രാന്തനെ പോലെ കല്ലറകൾ കിടക്കുന്ന അവനെ ഒന്ന് രക്ഷിപ്പാൻ സ്വർഗത്തിന് പദ്ധതി തോന്നി. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ തിരസ്കരിക്കുന്ന അനുഭവങ്ങൾ ലോകത്തിൽ ആരും കാണുന്നില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. സ്തോത്രം. നോക്ക്, യേശുവിനെ ഉണർത്തി. സ്തോത്രം. യേശു ഉണർന്നു. എന്നാൽ ഈ നല്ല പകലിൽ പറയട്ടെ, നീ പലപ്പോഴും ഉറക്കം നടിക്കുകയാ. നിന്റെ കൂടപ്പിറപ്പ് വിശന്ന് ദാഹിച്ചു വലഞ്ഞു വന്നാൽ കണ്ടില്ല എന്ന് നടിക്കും. നിന്റെ മാതാവും പിതാവും ഒരു നേരത്തെ ആഹാരം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ വരുമ്പോൾ നീ അവരെ തള്ളി മാറ്റി നിർത്തും. വാർദ്ധക്യത്തിൻ്റെ പേര് പറഞ്ഞ്, കഴിവില്ലെന്നുള്ള പേര് പറഞ്ഞ് പലപ്പോഴും നിന്നെ തള്ളിക്കളയും. എന്നാൽ ഈ നല്ല പകലിൽ പറയട്ടെ, സ്തോത്രം, എൻ്റെ യേശു നിന്നെ തള്ളിക്കളയത്തില്ല. സ്തോത്രം. ഇന്ന് ഒരു പക്ഷേ നീ വീണി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ, സ്തോത്രം, ആ ലാസർ മരിച്ചതുപോലെ സ്വർഗത്തിൽ ചെന്ന് ചേരുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്ക്. ധനവാൻ സ്വർഗത്തിൽ പോകുന്നത് പ്രയാസേന എന്നാ പറയുന്നത്. സ്വത്രം. ദരിദ്രൻ പ്രയാസേന എന്ന് പറയുമ്പോൾ ധനവാന്റെ ഗതിയൊന്ന് ആലോചിച്ചു നോക്കു കുഞ്ഞ്. ഈ ലോകത്തിൽ എല്ലാം നേടിയിട്ട് ഒടുവിൽ രോഗം ബാധിച്ച് ആ രോഗത്തിന് ചികിത്സ തേടിയിട്ട് അതുപോലും ഫലിക്കാതെ നീ നരകിച്ച് കഴിയുന്നതിൽ എത്രയോ ഭേദമാ ഒരു ദിവസമേ ജീവിച്ചുള്ളുവെങ്കിലും സന്തോഷത്തോടെ ദൈവത്തിന് വചനം പറയുന്നതനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവളെ ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഇതിപ്പരം ഭാഗ്യം ഭൂമിയിൽ വേറെയില്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80 സംവത്സരം. അതിനുള്ള ശേഷം പിന്നീടുള്ള ദുഃഖവും പ്രയാസവും നിറഞ്ഞതാ. കർത്താവ് പറയുന്നു, ആ വാർദ്ധക്യ കാലത്ത് നീ എനിക്ക് മഹത്വം മഹത്വം തന്നവനാണെങ്കിൽ നിന്റെ കൊച്ചുമക്കൾ നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ നടത്തും. നീ അനാഥനായി മറ്റുള്ള മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരം നീട്ടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ഹോസ്പിറ്റലിൽ ഡോക്ടറിന് കൊടുക്കുവാൻ ഇഷ്ടം പോലെ പൈസയുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ കഞ്ഞി വെച്ച് കൊടുക്കുവാൻ നിൻ്റെ കാര്യത്തിൽ പൈസയില്ല. നിൻ്റെ കൂടപ്പിറപ്പുകൾ പട്ടിണി കിടക്കുമ്പോൾ അവരെ ഒന്ന് ചെന്ന് കണ്ട് അവർക്കൊരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. എന്നിട്ട് നീ പറയുന്ന എന്തോ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന്. ഇല്ല കുഞ്ഞേ, ദൈവമല്ല നിന്നെ അനുഗ്രഹിച്ചത്, ലോകത്തിൻ്റെ പിശാച. കാരണം നിൻ്റെ കൂടപ്പിറപ്പിൻ്റെ കണ്ണുനീര് നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്തോത്രം, നിൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഇല്ലായ്മകൾക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ലെങ്കിൽ, നീ എത്ര ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞാലും, നീ എത്ര ദൈവത്തെ ആരാധിച്ചെന്ന് പറഞ്ഞാലും സ്വർഗം നിന്നെ അംഗീകരിക്കത്തില്ല. സ്തോത്രം. നോക്ക്, നിലവിളിക്കുന്ന ശിഷ്യന്മാരെ സ്തോത്രം കർത്താവ് കണ്ടിട്ട്, സ്തോത്രം, അവരുടെ വാക്ക് കേട്ടിട്ട് കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനാര്? നോക്ക്, കൂടെ നടന്നിട്ട്, സ്തോത്രം, കൂടെ ഇരുന്നിട്ടും, സ്തോത്രം,
സ്തോത്രം. യേശുവിനെ തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാർ ഇത് തന്നെയല്ലേ നമ്മളും? എത്രയോ മരണകരമായ ആപത്തുകൾ വന്നു, എത്രയോ രോഗാവസ്ഥകൾ കടന്നു വന്നു. അവിടുന്നെല്ലാം നീ സൗഖ്യം പ്രാപിച്ച് പുറത്തു വന്നില്ലേ? സാമ്പത്തികമായി നീ എവിടെയെല്ലാം തോറ്റുപോയി, സ്തോത്രം. കുടുംബപരമായി നീ എവിടെയെല്ലാം തകർന്നു വീണു, അവിടെ ഒന്നും തകർത്ത് കളയാതെ നിന്നെ കൈപിടിച്ച് ഇവിടത്തോളം കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കാതെ പലപ്പോഴും നീ വന്ന് ആലയത്തിലിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നില്ലെങ്കിൽ പാസ്റ്റർ തിന്നുന്ന ഒന്ന് കാണട്ടെന്ന്. സ്തോത്രം. കുഞ്ഞെ, നീ തരുന്നത് കൊണ്ടല്ല തിന്നുന്നത്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാ. തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പിടിച്ച് ശ്വാസം മുട്ടിയാൽ നീ കൊണ്ടുവന്ന് തന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് ദീർഘായുസോടെ കരുതുന്ന ദൈവമായി എന്നെ നിർത്തിയിരിക്കുന്നെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയും. സ്തോത്രം. ഒരാൾ എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ പ്രാർത്ഥിക്ക് പാസ്റ്ററെ, 25 വർഷമായി കുഞ്ഞുങ്ങളില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, കുഞ്ഞ്, 25 വർഷം എൻ്റെ സ്തോത്രം നിന്നെ കണ്ടുകൊണ്ടിരുന്നു. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അബ്രഹാമിന് തലമുറയെ കൊടുത്തതുപോലെ സ്വർഗം അടുത്ത വർഷം നിനക്കും ഒരു തലമുറയെ തരും. എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ, അങ്ങനെ ദൈവം എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ആലയം പണിഞ്ഞു തരാം. ഞാൻ പറഞ്ഞ, എൻ്റെ പൊന്നു സഹോദര, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ, നടക്കാത്ത കാര്യം ഇല്ല പാസ്റ്ററെ, ഞാനത് ചെയ്തു തരും. സ്തോത്രം. കുഞ്ഞിനെ കിട്ടി പിന്നെ പള്ളി പോലും വന്നിട്ടില്ല. സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി ഭയങ്കര വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഒരു വീട് കിട്ടിയാൽ ഞാൻ പള്ളി വരാം, ഒരു കാറ് കിട്ടിയാൽ ഞാൻ പള്ളി വരാം. കുഞ്ഞെ, വീട് തരാനും കാറ് തരാനുമല്ല കർത്താവ് നിന്നെ വിളിക്കുന്നത്, പിന്നെയോ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തരാനാ. ആയുസ്സും ആരോഗ്യവും ബലവും നിനക്ക് കിട്ടിയാൽ നീ ദൈവത്തിന് മഹത്വമായി മാറണം. അങ്ങനെ മാറിയാൽ, സ്തോത്രം, നിനക്കൊരനർത്ഥവും വന്ന് ഭവിക്കാതെ സ്വർഗം നിന്നെ കാക്കും. സ്തോത്രം. നോക്ക്, ആ കാറ്റിനെയും കടലിനെയും യേശു കർത്താവ് ശാസിച്ചു. സ്വത്രം. കാറ്റടങ്ങി, കടൽ ശാന്തമായി. സ്വത്രം. ഇവനാരെന്ന് ചോദിച്ച് അത്ഭുതത്തോടെ നോക്കുമ്പോൾ കർത്താവിതാ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിലെത്തി. സ്വത്രം. പെട്ടെന്നൊരുത്തൻ തൻ്റെ നേരെ ഓടി വന്നു. സ്വത്രം. വായിക്കാം മത്തായി 8:31. മത്തായി 8:31. സ്തോത്രം. ഓടി വന്നവൻ, സ്തോത്രം, യേശുവിനോട് പറയുകയാണ്, സ്തോത്രം, നേരമാകുന്നതിന് മുമ്പേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാ ക്രിസ്തുവേ, ഞങ്ങളെ പുറത്താക്കുവാൻ വന്നതെന്തിന്? നോക്ക്, അവൻ ഒരുവനേ ഉള്ളു. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്? സ്തോത്രം. 6000 ഭൂതം അവൻ്റെ മേളിൽ കയറി. അതുകൊണ്ടാണ് അവൻ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കുഞ്ഞെ, സ്വസ്ഥതയില്ലാതെ നീ ഓടുന്നെങ്കിൽ നിന്നെ ഓടിക്കുന്നത് പിശാചാ കേട്ടോ. സ്തോത്രം. സമാധാനമില്ലാതെ നീ നടക്കുന്നെങ്കിൽ നിൻ്റെ മേൽ വ്യാപരിക്കുന്നത് പിശാചാ. സ്തോത്രം. നീ കുരിശു വരയ്ക്കുന്നുണ്ടായിരിക്കും, നീ ഹല്ലേലൂയ പറയുന്നുണ്ടായിരിക്കും, നീ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇല്ല കുഞ്ഞെ, നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന ഗതികേട് വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വാഴാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവവചനം പറയുന്ന അനുസരിച്ച് നീ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി നീ ആയിരിക്കും. എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വിഷയം ഓടി വരികയാണ്. 33-ാമത്തെ വയസ്സിൽ, സ്തോത്രം, അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. സ്തോത്രം. എങ്കിലും ചെറിയ തോതിൽ ഞാനതൊന്ന് പരിചയപ്പെടുത്തുക. സ്തോത്രം.
സ്തോത്രം. നോക്ക്, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവൻ നിങ്ങളും ഞാനുമൊക്കെ ലോകം പോയിട്ട് നമ്മുടെ കുടുംബത്തെ ഒന്ന് വെട്ടിപ്പിടിച്ച് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ബദ്ധപ്പാട് ചില്ലറയൊന്നുമല്ല. സ്തോത്രം. ഒരു സമൂഹത്തോട് കൂടെ നിൽക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിൽ പരാജയപ്പെട്ടു പോയാൽ ഉടനെ ഓടി വിഷമടിക്കും, ഇല്ലെങ്കിൽ മദ്യപിക്കും. പക്ഷേ ഇത് ഒന്നും ചെയ്തിട്ടില്ല അലക്സാണ്ടർ ചക്രവർത്തി. ലോകത്തെ വെട്ടിപ്പിടിച്ചു. സ്തോത്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട്, ഹേ മഹാസമുദ്രമേ, നീ ഒരു വലിയ പടസൈന്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ യുദ്ധം ചെയ്ത് എൻ്റെ കാൽക്കീഴിലാക്കുമെന്ന് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി, സ്തോത്രം, മരണത്തിന് കീഴടങ്ങുമ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. സ്തോത്രം. ഹേ കൊട്ടാര വൈദ്യന്മാരെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. സ്തോത്രം. എൻ്റെ കൊട്ടാരത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ ബുദ്ധിയുണ്ട്. ഞാൻ സകലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ തോറ്റുപോയി. ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ബൈബിൾ പറയുന്ന ശലോമോൻ പറയുന്നു, ഞാൻ തോറ്റുപോയി. എന്നാൽ സ്കൂളിൻ്റെ തിണ്ണ കാണാതെ ആടുകളെയും കൊണ്ട് വനാന്തരങ്ങളിൽ അപ്പൻ്റെ അടി പേടിച്ചിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും നടന്ന ദാവീദ് പറയുന്നു, തോറ്റുപോയി എന്നല്ല, ഞാൻ സകലത്തെയും ജയിച്ചു, എൻ്റെ കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ടെന്ന്. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുമെങ്കിൽ സകലതും സർവവും തന്ന് നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാനെന്ത് പകരം ചെയ്യും? ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, ലോകത്തിൽ നീ എല്ലാം നേടിയിട്ടും നിന്റെ ആത്മാവ് നഷ്ടമായി പോയാൽ ഒരു പ്രയോജനമില്ല കുഞ്ഞെ. ഈ ലോകത്തിൽ നീ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിയും, നിന്റെ ആഗ്രഹങ്ങൾ നഷ്ടമാകും. ലോകത്തിൽ നീ ആരുമല്ലാതായി തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നതനുസരിച്ച് അത് പ്രകാരം ജീവിക്കാൻ നീ തയ്യാറായ ഒരിക്കലും തോറ്റുപോകത്തില്ല. സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ ശവം നിങ്ങൾ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ, സ്തോത്രം, കുഞ്ഞേ, നല്ല പ്രായത്തിൽ ഈ ലോകത്തുനിന്ന് നീ മാറ്റപ്പെട്ടതേ, സ്തോത്രം, നിൻ്റെ അകത്തെ ആ അഹങ്കാര മനോഭാവമുണ്ടല്ലോ, ഞാൻ, എൻ്റെ, ഞങ്ങളുടെ എന്ന മനോഭാവം 33-ാമത്തെ വയസ്സിൽ തീർന്നു പോയി കുഞ്ഞേ. സ്വത്രം. അപ്പന് കൊടുക്കാതെ, അമ്മയ്ക്ക് കൊടുക്കാതെ, കൂടപ്പറപ്പുകൾക്ക് കൊടുക്കാതെ വാരി വാരി കൂട്ടിവെച്ച് ഒടുവിൽ തിന്നാൻ ഭാഗ്യമില്ലാതെ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാ കുഞ്ഞേ ഒരു ദിവസവും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷിക്കുന്നത്, എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, എല്ലാവരും കൂടെ ചേർന്ന് സമൂഹത്തിൽ സന്തോഷിക്കുന്നത്. അതിന് നിന്നെക്കൊണ്ട് കഴിയണമെങ്കിൽ നിൻ്റെ അകത്ത് ദൈവമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ സ്വാർത്ഥനായി മാറും. നിന്നെ പിശാച് കൊണ്ടുപോയി നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. നീ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. ഒറ്റ കാര്യം പറയട്ടെ, സ്തോത്രം, വലിയ വലിയ ധനാട്യന്മാർ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അവർ നല്ലൊരു ആഹാരം കഴിക്കണമെങ്കിൽ ഡോക്ടർ പറയണം. സ്തോത്രം. ഡോക്ടർ പറയണം. കാരണം ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കരുത്. സ്തോത്രം. എന്നാൽ കുഞ്ഞ്, ദൈവത്തെ അറിയുന്ന നിന്നോട് സ്വർഗം പറയുന്നത് എന്തോ പറയാ, വെട്ടി തിന്നാനാ പറയുന്നത്. സ്തോത്രം. മരണകരമായി യാതൊന്ന് കഴിച്ചാലും നിനക്ക് ഹാനി വരത്തില്ലെന്ന്. സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, സ്തോത്രം, എൻ്റെ ശവമഞ്ചം ചുമക്കുമ്പോൾ, സ്തോത്രം, വൈദ്യന്മാര് വേണം എൻ്റെ ശവമഞ്ചം ചുമക്കുവാൻ. ശാസ്ത്രലോകത്തിന്, വൈദ്യ സമൂഹത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് ലോകം തിരിച്ചറിയണം. ഒരു മെഡിസിനും എൻ്റെ പ്രാണനെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് ലോകമറിയണം. വീണ്ടും അദ്ദേഹം വായ്മൊഴിഞ്ഞു, സ്തോത്രം, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ ഞാൻ നേടിയ പണം, സ്വർണം വാരി വിതരണം.
ഈ സ്വർണത്തിനോ പണത്തിനോ എൻ്റെ പ്രാണന് വിലയായി രക്ഷിപ്പാൻ കഴിയില്ല എന്ന് ഈ ലോകം തിരിച്ചറിയണം. വാരി വാരി കൂട്ടുകയാ, നിൻ്റെ കൂടപ്പിറപ്പ് പട്ടിണി കിടക്കുക. ഒരു കുഞ്ഞിനൊന്ന് പഠിക്കുവാൻ ഒരു 10 രൂപ ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. സ്തോത്രം. പലിശയ്ക്ക് കൊടുത്ത് പലിശ വാങ്ങിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ള ചിന്ത നിൻ്റെ അകത്ത് വരുന്നു. കുഞ്ഞെ, നിൻ്റെ പിടലിയുടെ ഞരമ്പിനൊരു വേദന വന്നാൽ മതി, നീ കൂട്ടിയതെല്ലാം നഷ്ടമാകും. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എല്ലാ പണവും പണ്ടവും വാരി എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ നിരത്തണം. സ്വത്രം. വീണ്ടും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചത് 2 കരം കൊണ്ടാ, ഈ ബുദ്ധി കൊണ്ടാ. ഈ കരത്തിൽ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ നേടിയതെല്ലാം ഇവിടെ വിട്ടേച്ച് പോകുന്നുവെന്ന് ലോകമറിയേണ്ടതിന് എൻ്റെ ശവപ്പെട്ടിയുടെ 2 സൈഡിലാണ് തുളയിട്ടിട്ട് 2 കൈ വെളിയിലേക്ക് ഇട്ടേക്കണം. കുഞ്ഞേ, ജ്ഞാനികൾ ജ്ഞാനി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ശലോമോൻ പറഞ്ഞത്, എൻ്റെ അപ്പൻ നേടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ, എന്നാൽ ഞാൻ നേടിയതോ വെറും മായ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നഷ്ടമാകും ദൈവം നിൻ്റെ കൂടെയില്ലെങ്കിൽ. ലോകത്തെ സ്നേഹിതരെല്ലാം നിന്നെ ഇട്ടേച്ച് പോകും ദൈവം നിൻ്റെ കൂടെയില്ലെങ്കിൽ. നിൻ്റെ ഈ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരുന്നതിന് മുമ്പ് വിണ്ണിൻ്റെ മഹത്വമാർന്ന സർവശക്തനെ നീ ആശ്രയിച്ചാൽ നീ ഈ ലോകത്തിൽ ആയുസ് തികയാതെ പാട്ടുപോകത്തില്ല. സ്തോത്രം. ജനിച്ചാൽ ഒരിക്കൽ നീ മരിക്കും, എന്നാൽ ജീവിക്കുന്ന കാലം സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും ജയത്തോടെയും ജീവിക്കണമോ? കർത്താവിനെ മുറുകെ പിടിക്ക്. നാഥാ, നേരമാകുന്നതിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ നീ വന്നെങ്കിൽ ഞങ്ങളെ ആ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തള്ളിക്കളയാതെ ആ പന്നിക്കൂട്ടങ്ങളുടെ മുകളിലേക്ക് ഞങ്ങളെ വിടണമേ. സ്വത്രം. കടുന്തൂക്കത്തോടെ ആ പന്നി കടലിൽ ചാടിച്ചത്തു. ആ ഭൂതം അവനെ വിട്ടുപോയപ്പോൾ, സ്തോത്രം, ആ ഭൂതം അവനെ വിട്ടുപോയി. അവൻ സ്വതന്ത്രനായി, അവൻ ഫ്രീ ആയി പുറത്തു വന്നു. പന്നിക്കൂട്ടം കടുംദുഃഖത്തോടെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്നാൽ അവിടെ നടന്നത്, ഭൂതഗ്രസ്തൻ സൗഖ്യമായത് കണ്ട് സന്തോഷിക്കുകയല്ല, പകരം ഭൂതത്തെ ശാസിച്ചവനെ ഓടിക്കാനാണ് തയ്യാറായത്. നിൻ്റെ രോഗത്തിന് സൗഖ്യം തന്ന യേശുവിനെ നീ തള്ളിക്കളയുകയായി ചെയ്യുന്നത്. നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവിക്ക് വഴി കാണിച്ചു തന്ന ദൈവദാസന്മാരെ നീ തിരസ്കരിക്കുക ചെയ്യുന്നത്. ഒരു നേരത്തെ വെള്ളമൊഴിച്ച് തന്ന് ചേർത്ത് പിടിച്ച നിൻ്റെ കൂടപ്പുറപ്പിനെ നീ തള്ളിക്കളയുക ചെയ്യുന്നത്. എന്നാൽ യേശു പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കണമേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എത്ര വലിയ ഭാരമേറിയ വിഷയമാക്കളട്ടെ, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ രോഗമായിക്കൊള്ളട്ടെ, എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് വിശ്വാസത്തോടെ മുഴങ്കാലുമടക്കി എൻ്റെ മുഖത്തേക്ക് നോക്കി കരയുവാൻ, പ്രാർത്ഥിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരും കുഞ്ഞെ. അതുകൊണ്ട് ഇവിടെ കയറി വരിക എന്നാ പറയുന്നത്. സ്തോത്രം. നോക്ക്, പട്ടണത്തിൽ ഉള്ള ജനമെല്ലാം സ്തോത്രം ആർക്കെതിരായെന്നറിയാമോ? യേശുവിനെതിരായി. സ്വത്രം. എന്തിന്? ഭൂതത്തെ ശാസിച്ചതിന്. സ്വത്രം. രോഗിയെ സൗഖ്യമാക്കിയതിന്. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് സ്തോത്രം അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെ. Praise the Lord. ശബത്തിൽ യേശു പള്ളിയിൽ ചെന്നു. സാധാരണ ചെയ്യാറുള്ളത് പോലെ അവൻ തിരുവെഴുത്ത് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ പുസ്തകം തുറന്നു. സ്തോത്രം. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു വായിച്ചു. യേശു പറഞ്ഞതല്ല, യേശു വായിച്ചു. സ്തോത്രം. എന്താ പറഞ്ഞത്? ദരിദ്രന്മാരോട്
സുവിശേഷം അറിയിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഭൂതം അവനെ കണ്ടപ്പോൾ സ്തോത്രം ഭയന്ന് വിറച്ചത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ സമൂഹത്തിലെ പിയായുക്കളെല്ലാം നിനക്കെതിരെ എഴുന്നേക്കും. സ്തോത്രം. അവൻ നന്മ ചെയ്തില്ല, അവൻ തിന്മ ചെയ്തില്ല, അവൻ നന്മ ചെയ്തു, അവൻ നന്മ സുവിശേഷിച്ചു, നല്ലത് മാത്രം പ്രവർത്തിച്ചു. എന്നാൽ പിശാചോ അവനെതിരെ എഴുന്നേറ്റു. ഈ നല്ല പകലിൽ പറയട്ടെ, യേശു പറഞ്ഞു, ദരിദ്രനോട് സുവിശേഷം അറിയിക്കുവാൻ എൻ്റെ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കേട്ട മാത്രയിൽ പള്ളിപ്രമാണിയും പള്ളിയിലെ മറ്റ് സഹോദരങ്ങളും ചേർന്ന് അവനെ പുറത്താക്കുവാനാണ് ശ്രമിച്ചത്. സ്തോത്രം. അവൻ ദൈവദൂഷണം പറയുന്നു. കുഞ്ഞെ, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ നീ പറയുന്നത് പലർക്കും ദൈവദൂഷണമായിട്ട് തോന്നും. എന്നാൽ ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുള്ളിടത്തോളം കാലം നീ ചെയ്യുന്നതെല്ലാം സത്യമാകും, നീ പറയുന്നതെല്ലാം സംഭവിക്കും. ഈ നല്ല പകലിൽ പറയട്ടെ, കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, പിതാവേ സകലതും നിവർത്തിയായി. എന്ത് നിവർത്തിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനവരാശിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായി ഇതാ ഞാൻ എൻ്റെ പ്രാണനെ നിൻ്റെ കരത്തിൽ തരുന്നു. ഞാൻ മൂലം ഈ ജനം രക്ഷ പ്രാപിക്കേണ്ടതിന് ഇതാ ഞാൻ എൻ്റെ പ്രാണനെ നിൻ്റെ കരത്തിൽ തരുന്നു. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടിലും ഉറക്കം നടിക്കാതെ ഉണർന്നെഴുന്നേറ്റ് സ്തോത്രം സർവശക്തനും മഹത്വം കൊടുത്തുകൊണ്ട് ഭൂതലത്തിൽ പാർക്കുവാൻ നീ തയ്യാറായാൽ ഒരു രോഗവും നിന്നെ പിടിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു സാമ്പത്തിക തകർച്ചയും നിന്നെ കടന്നു പിടിക്കത്തില്ല. കുടുംബപരമായി നീ തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല. നിൻ്റെ സന്തതി ആഹാരമിരക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നൊരു പക്ഷേ നീ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇന്നൊരു പക്ഷേ നീ രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇന്നൊരു പക്ഷേ നീ പട്ടിണി ആഴങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കും. ഇന്നൊരു പക്ഷേ ഒരു നല്ല വസ്ത്രമോ ഒരു നല്ല വണ്ടിയോ നിനക്കില്ലാതെ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. നിൻ്റെ ഭാരം ലോകത്തിൻ്റെ മനുഷ്യന് മുമ്പിലല്ല ഇറക്കി വെക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിൽ ഇറക്കി വച്ചിട്ട് നീ പറ, കർത്താവേ ഈ കഷ്ടത്തിൽ നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന്, ഈ ഒറ്റപ്പെടലിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് രക്ഷിപ്പാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരത്തിലൊന്ന് കൊടുത്തേ. നിൻ്റെ മക്കളെ ഒന്ന് കൊടുത്തേ, നിൻ്റെ കൂട്ടാളിയെ ഒന്ന് കൊടുത്തേ, നിൻ്റെ കുടുംബത്തെ നീ ഒന്ന് കൊടുത്തേ. എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. അവൻ വേഗത്തിൽ കടന്നു വരും. ഈ ലോകത്തിൻ്റെ നന്മയേക്കാൾ, ഈ ലോകത്തിൻ്റെ സ്ഥാനത്തേക്കാൾ, മാനത്തേക്കാൾ അധികം ദൈവകൃപ നിൻ്റെ മേൽ വ്യാപരിക്കുമെങ്കിൽ സ്തോത്രം, ലോകത്തിൽ നീ ഉന്നതനാകും, നീ താഴ്ച ഭവിക്കുകയില്ല. സ്തോത്രം. എത്ര വലിയ രോഗം നിന്നെ കടന്നു പിടിച്ചാലും കർത്താവ് അതിൽ നിന്ന് നിന്നെ വിടുവിക്കും. സ്തോത്രം. കുഞ്ഞെ, രോഗം വരുന്നതിന് മുമ്പ് നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. വന്നു കഴിഞ്ഞ് നോക്കിയാൽ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കൊടുക്കണമെന്ന് പറയുന്നത് പോലെ എല്ലാം നിൻ്റെ കരത്തിൽ നിന്ന് നഷ്ടമാകും. എൻ്റെ കർത്താവ് പറഞ്ഞത് സങ്കീർത്തനം 128:2 സ്തോത്രം, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. സ്തോത്രം. അങ്ങനെ തിന്നണമെങ്കിൽ 1-ാം വാക്യം 128 1-ാം വാക്യം പറയുന്നത് പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം നിൻ്റെ കൈകളുടെ ഉദാനഫലം നിനക്ക് തിന്നുവാൻ തരും. വചനം അതിൻ്റെ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. 120 അവസാനം പറയുന്ന സ്തോത്രം, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കാരണം നിൻ്റെ മക്കളും നിൻ്റെ ഭാര്യയും നിൻ്റെ ഭവനത്തിനകത്ത് നിന്നോടുകൂടെ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. ഈ നല്ല പകൽക്കാലം
വ്യക്തമായി പറയട്ടെ, ഉറക്കം നടിക്കാതെ ഉണർന്നെഴുന്നേറ്റ് പ്രതികൂലത്തെ നോക്കി ശാസിപ്പാൻ തയ്യാറാകട്ടെ. യേശു ഉണർന്നു എഴുന്നേറ്റു. അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചെങ്കിൽ പിന്നത്തേതിൽ മഹത്വത്തിൽ നിൽക്കുവാനിടയായിത്തീരുന്നത് പോലെ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ കുഞ്ഞുങ്ങളും ദൈവമഹത്വം കാണുവാൻ ആഗ്രഹിച്ചാൽ ലോകത്തെ വിട്ടുതിരിഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്ക്. പണത്തിന് തരാൻ സമാധാനത്തിന് കഴിയത്തില്ല. നിൻ്റെ കുടുംബശ്രേഷ്ഠതയ്ക്ക് നിനക്ക് സ്വസ്ഥത തരാൻ കഴിയത്തില്ല. നിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കൊന്നും നിനക്ക് സ്വസ്ഥത തരാൻ കഴിയത്തില്ല. സ്വത്രം പണത്തെ വിട്ട് ലോകത്തെ വിട്ട് ദൈവത്തെ മുറുകെ പിടിക്ക്. ലോകവും നിൻ്റെ കൂടെ ഉണ്ടാകും. നീ ആഗ്രഹിക്കുന്ന നന്മയും നിനക്കുണ്ടാകും. ആരും അതിനെ തകർത്ത് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം വിശ്വസിക്കു കുഞ്ഞേ, എൻ്റെ കർത്താവ് നിന്നെ വിളിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് നിൽപ്പാൻ നീ തയ്യാറായാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ തകർന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നീയും നിൻ്റെ കുഞ്ഞുങ്ങളും തകർന്നു പോകും. വചനം പറയുന്നു, സ്തോത്രം, 4 തലമുറ വരെ ശാപവും 1000 തലമുറ വരെ അനുഗ്രഹവുമെന്ന്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. 4 തലമുറയുടെ ശാപത്തേക്കാൾ വലുതല്ലേ കുഞ്ഞെ 1000 തലമുറയുടെ അനുഗ്രഹം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അല്പകാലം കഷ്ടം അനുഭവിക്കേണ്ടി വന്നെങ്കിലും പിന്നത്തേതിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന്. എന്നിട്ട് പറയാണ്, എൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നെന്ന്. ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയട്ടെ, നമ്മുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷത്തോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആയുസ് തികച്ച് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ നല്ല പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.